അങ്ങനെ നമ്മുടെ കമലഹാസൻ സാർ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 7 തമിഴിന് അവസാനമായിരിക്കുകയാണ്. 19 കോടി വോട്ട് നേടിക്കൊണ്ട് അർച്ചന രവിചന്ദ്രൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് സീസൺ 7 അവിടെ വിന്നറായിരിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തി ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. ഇന്ത്യയിൽ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്തതിൽ ഇപ്പോൾ ഏകദേശം 17 കൊല്ലമായി ഇന്ത്യയിലേക്ക് ബിഗ് ബോസ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻറ്റ് വിജയിക്കുന്നത്. ഒട്ടനവധി ഫാൻ ബേസ് നേടാനായിട്ടും പുള്ളിക്കാരത്തിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ബിഗ് ബോസ് സീസൺ 7 തമിഴ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ബിഗ് ബോസിൻ്റെ മലയാളം സീസണുകൾ മാത്രം ഇഷ്ടപ്പെട്ട് കണ്ടുവരുന്നൊരു വ്യക്തിയാണ്. കാരണം അതർ ലാംഗ്വേജുകളെ പറ്റി വലിയ നോളജ് ഇല്ല. അപ്പോൾ ആ പണിക്ക് നിൽക്കാത്തതുമാണ് നല്ലത്. പിന്നീട് ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ സമയവും കിട്ടാറില്ല. എന്നാലും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ സീസൺ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ജനുവരി 14 ഇന്നലെ ആയിരുന്നു അവിടുത്തെ ഫിനാലെ എന്ന് പറയുന്നത്. അങ്ങനെ അർച്ചന കപ്പ് ഉയർത്തിക്കൊണ്ട് 19 കോടി പ്ലസ് വോട്ട് വാങ്ങിയ ആദ്യത്തെ വൈൽഡ് കാർഡ് ആണ്. റെക്കോർഡ് വോട്ടിംഗ് ആയിരുന്നു. നമ്മുടെ 7 സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 19 കോടി വോട്ട് വാങ്ങിയ വേറൊരു കണ്ടസ്റ്റൻറ്റും അതിന് മുകളിലോ വോട്ട് വാങ്ങിയ മറ്റൊരു കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അർച്ചന റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രിയാണ് ബിഗ് ബോസിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി അതൊന്നുമല്ല. നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 സെറ്റിൻ്റെ പണി തുടങ്ങുന്നത് എപ്പോഴാണ്? ജനുവരി അവസാനത്തോടു കൂടി തന്നെ ബിഗ് ബോസ് സീസൺ 6 സെറ്റിൻ്റെ പണി തുടങ്ങുന്നത്. കാരണം അവിടുത്തെ ഫിനാലെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലേക്കുള്ള സെറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഉടനെ തന്നെ സെറ്റ് ക്രിയേഷനൊക്കെ നമുക്ക് കാണാം. ഒരു അടിപൊളി സെറ്റാണെന്നാണ് ഈ പ്രാവശ്യം അറിയുന്നത്. ഇപ്പോൾ തന്നെ ലോഗോ കണ്ടില്ലേ? മറ്റുള്ള 5 സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ 1 സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള എന്നാലും നല്ലൊരു ഇടിവെട്ട് ലോഗോയാണ് നമ്മുടെ സീസൺ 6 വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻറ്റയർ ടീമേ മാറുകയാണ്. എൻറ്റയർ ക്രൂ മെമ്പേഴ്സൊക്കെ ബിഗ് ബോസിൽ നിന്ന് മാറ്റുകയാണ്. സംവിധായകൻ അടക്കം മാറുകയാണ് ബിഗ് ബോസ് സീസൺ 6 വരുമ്പോൾ. നമുക്ക് എന്തായാലും ഒരു ഇടിവെട്ട് സീസൺ തന്നെ കാണാം. സീസണിൻ്റെ സെറ്റിൻ്റെ പരിപാടി ജനുവരി അവസാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യും. ബിഗ് ബോസ് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരി 25 ബിഗ് ബോസ് ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് സെറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീരും. ലാലേട്ടൻ്റെ പ്രൊമോ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു നാളുകളായിട്ട് ഫെബ്രുവരി ആവുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് TV സീരിയലുകളുടെ ഇടയിൽ കൂടെ വരാനായിരിക്കും ചാൻസ്. കാരണം ഈ കഴിഞ്ഞ 5 സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ലാലേട്ടൻ്റെ ഏതെങ്കിലും അടിപൊളി സിനിമ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ സീരിയലുകളുടെ ഇടയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകളൊന്നും ഏഷ്യാനെറ്റിൽ ഇപ്പോൾ വരാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും സീരിയലുകളുടെ ഇടയിലായിരിക്കും തീർച്ചയായിട്ടും ഒരു ലോഗോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം ബിഗ് ബോസ് സീസൺ 6 ഫെബ്രുവരി 25 തുടങ്ങുന്നത്. ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഇവിടെ കാക്കയുടെ ഒച്ചയൊക്കെ ഉണ്ട്, കാരണം പുറത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. സോറി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്